അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭയങ്കര ഡിഫറെൻ്റാണിത്. കാരണം നമ്മൾ മല്ലിയിലയും മുട്ടയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഇന്നാണ് ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത്. വ്ളോഗൊക്കെയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരൊക്കെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിക്കകത്ത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12-13 തണ്ടാണ് ഉണ്ടാവുക. പിന്നെ 2 മുട്ട ചേർക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇത് എത്തൂല, അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുക. ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് അരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് നമ്മൾ തേങ്ങ അരയണ പോലെ അരയണമെന്നില്ല, ചെറിയ ചെറിയ പീസ് ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു സവാള നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അരിയണ പോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു ഉണ്ണിയപ്പാണ്. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒരു 3/4 ഭാഗം വരെ ഒന്ന് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം ഇത് പൊങ്ങി വരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതെന്തായാലും കൊടുക്കാം. കാരണം ഇതിൽ മല്ലിയിലയുടെ കുത്തുന്ന സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമില്ല. അതേപോലെ തന്നെ മുട്ടയുടെ കുത്തുന്ന ടേസ്റ്റോ ഒന്നും വരില്ല. മല്ലിയിലൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. ഒരു 5-6 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്, ഇല്ലേ അടി കരിഞ്ഞു പോവും. ഇരുമ്പിൻ്റെ കല്ലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. എല്ലാം മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലനായിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ വേണമെങ്കിൽ സെർവ് ചെയ്യുക. അതില്ലാതെ നല്ല ടേസ്റ്റാണ്. ഇവിടെ മോൻക്ക് ഇഷ്ടപ്പെട്ടത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് ഇഷ്ടമാവും, 100% ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.